ഇവിടെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, പല കുട്ടികളും പറഞ്ഞൊരു പോയിന്റ് താങ്കൾ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ തോന്നി. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ കുറേ പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിച്ചിരുന്നത്. എനിക്കൊന്ന് ഈ UPSC പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന പല കുട്ടികളുടെയും ഫ്രണ്ടിൽ എങ്ങനെയെങ്കിലും ഒന്ന് പ്രിലിംസ് പാസ്സാവണമെന്നുള്ളതാണ്. ആ ഒരു മിസ്റ്റേക്കിന് എങ്ങനെ ഇപ്പോൾ നോക്കിക്കാണുന്നത്? സാർ, എനിക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം പ്രിലിംസിന് വേണ്ടി ഞാൻ എൻ്റെ ഓപ്ഷണൽ നല്ലപോലെ സാക്രിഫൈസ് ചെയ്തിരുന്നു. പക്ഷേ മെയിൻ സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് ഓപ്ഷണൽ ഒരു വലിയ പങ്കാണ് വഹിക്കുന്നത്. ഒരു മേക്ക് ഓർ ബ്രേക്ക് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് ഓപ്ഷണലിന്. അപ്പോൾ എനിക്ക് ആക്ച്വലി തോന്നിയത് ഞാൻ ചെയ്തൊരു മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തു, ഈ ഫുൾ പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിന് വരെ. അപ്പോൾ എനിക്ക് ഇനിയുള്ള ആസ്പിറൻസിനോട് പറയുന്നതെന്ന് വെച്ചാൽ, ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കണം. പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ആരും വരുന്നത്, ഈ പരീക്ഷ മുഴുവനായിട്ട് ക്ലിയർ ചെയ്യാനാണ്. പ്രിലിംസ് അതിലൊരു ഗേറ്റ് വേ മാത്രമാണ്. ഈ മെയിൻ എക്സാമിനേഷനാണ് നമ്മുടെ സർവീസിൽ ലിസ്റ്റിലേക്കുള്ള പ്രവേശനവും സർവീസും കാഡറും എല്ലാം തീരുമാനിക്കുന്നത്. അത് പലപ്പോഴും കുട്ടികൾ തന്നെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. അത് പ്രിലിമിനറി എക്സാമിനേഷൻ ഒരു എലിമിനേഷൻ പ്രോസസ്സാണ് UPSCയുടെ. ആ എലിമിനേറ്റ് ചെയ്ത് ബാക്കിയുള്ളവരിലാണ് ആക്ച്വൽ എക്സാമിനേഷൻ UPSC നടത്തുന്നത്. ആ മെയിൻസ് ആണെങ്കിലും പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണെങ്കിലും.